ഒത്തുതീർപ്പ് നാടകത്തിനൊടുവിൽ CPI മന്ത്രിമാരും പങ്കെടുക്കുന്ന വളരെ നിർണായകമായ മന്ത്രിസഭാ യോഗം ഇപ്പോൾ തിരുവനന്തപുരത്ത് ചേരുകയാണ്. PM ശ്രീ വിഷയം യോഗത്തിൽ ചർച്ചയാകും. ഇന്ന് രാവിലെ ചേർന്ന ഇരു കക്ഷികളിലെയും ചർച്ചകൾക്കൊടുവിലാണ് CPI മന്ത്രിമാർ മന്ത്രിസഭയിൽ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന തീരുമാനത്തിലെത്തിയത്. മന്ത്രിസഭാ യോഗശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമെന്ന വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൂടിയുണ്ട്. ശാലിനി ചേർന്നുകൊണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ശാലിനി, എന്തൊക്കെയായിരുന്നു നാടകങ്ങൾ, എന്തൊക്കെയായിരുന്നു വിവാദങ്ങൾ, എന്തൊക്കെയായിരുന്നു പരാമർശങ്ങൾ? ലാൽ സലാം വിളിച്ച് ബിനോയ് വിശ്വം അരങ്ങുവാണ്, ഗംഭീര പെർഫോമൻസ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിൻ്റെ ഏറ്റവും വലിയ നഷ്ടമാർക്കാണ്? സാധാരണക്കാരുടെ മക്കൾക്ക്, പാവപ്പെട്ടവരുടെ മക്കൾക്ക്. അവർക്ക് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുക എന്നതല്ലാതെ മറ്റൊരു വഴിയില്ല. അവർക്ക് ലഭിക്കേണ്ട മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഇല്ലാതാകുന്നു, പഠന ഉപകരണങ്ങൾ ഇല്ലാതാകുന്നു, എല്ലാ സൗകര്യങ്ങളും ഇല്ലാതാക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ശ്യാമ. കാരണം 46 ലക്ഷം വരുന്ന കുട്ടികളുടെ ഭാവി, ആ ഭാവിയാണ് തുലാസിലാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 1500 കോടിയിലധികം രൂപ സർവശിക്ഷാ അഭിയാൻ അടക്കമുള്ള SSA ഫണ്ടിലേക്ക് അടക്കം വരേണ്ട 1500 കോടി രൂപ ഇനി എന്താകും, അതിൻ്റെ നടപടികൾ എന്താകും എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നമായി ഒരു ഭാഗത്ത് നിൽക്കുന്നത്. കാരണം ഈ കരാർ ഒപ്പുവെച്ച് അല്ലെങ്കിൽ MOU ഒപ്പുവെച്ച് ഏകദേശം ഒരാഴ്ച പോലും ആകുന്നതിന് മുൻപ് തന്നെ ആ കരാർ റദ്ദാക്കുന്ന നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുന്നു. അതിൻ്റെ നടപടിക്രമം എന്നോണം MA ബേബി, ബിനോയ് വിശ്വം അടക്കമുള്ളവരെ ഇതിൻ്റെ കത്തുകളടക്കം രേഖാമൂലം കൈമാറുന്നു. കേന്ദ്രത്തിന് കത്ത് നൽകാനുള്ള നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നു. ഇതിനിടയിലാണ് CPI അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായി രാവിലെ മുതൽ തന്നെ ഒരു അനുരഞ്ജന ചർച്ചകൾ തലസ്ഥാനത്ത് നടക്കുകയും ചെയ്ത് ആ അനുരഞ്ജന ചർച്ചകൾക്കൊടുവിലാണ് ഇന്നിപ്പോൾ നടക്കുന്ന ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കാമെന്ന് CPIയുടെ മന്ത്രിമാർ അറിയിക്കുകയും അല്പസമയം മുമ്പ് ഏകദേശം 3:45 CPMൻ്റെയും CPIയുടെയും ഒക്കെ മന്ത്രിമാർ പങ്കെടുക്കുന്ന ക്യാബിനറ്റ് യോഗം തലസ്ഥാനത്ത് ആരംഭിക്കുകയും ചെയ്തു. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ഈ ക്യാബിനറ്റ് യോഗം കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ്. എന്താണ് ഇവിടെ ഉണ്ടായിട്ടുള്ള ഫോർമുല, എന്താണ് തർക്കപരിഹാരത്തിന് എടുത്തിട്ടുള്ള ഫോർമാറ്റ് എന്താണ് എന്നുള്ളത് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സൂചിപ്പിക്കും, പറയുമെന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ ഈ കരാർ ഒപ്പിട്ടതിന് ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ അതുമായി ബന്ധപ്പെട്ട് ഏകദേശം 250ഓളം കോടി രൂപ കേരളത്തിന് കൈമാറാൻ കേന്ദ്രം നടപടികൾ ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഈ കോടികൾ ഇല്ലാതാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു നടപടി ഇപ്പോൾ സർക്കാർ തലത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ശ്യാമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് പാവപ്പെട്ട, ഒരുപാട് സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കരാർ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട് പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ സൂചിപ്പിച്ച ചില കാര്യമുണ്ട്. NEP കേരളത്തിൽ നടപ്പിലാക്കും, NEP നടപ്പിലാക്കിക്കൊണ്ട് എന്താണ് പ്രശ്നമെന്നുള്ളതാണ്. കാരണം അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും അംഗീകരിക്കുകയാണ് സർക്കാർ എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് അന്ന് ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്ന് വന്നത്. അതേ ശിവൻകുട്ടി തന്നെയാണ് ഇന്ന് നിലപാടിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നത്, CPIക്ക് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നത്. എന്തായാലും CPI സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ വിജയമാണ്, അവരുടെ രാഷ്ട്രീയ വിജയമായി തന്നെയാണ് CPI മന്ത്രിമാർ, ഒപ്പം തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും CPIയുടെ സംസ്ഥാന നേതാക്കന്മാരും ഇതിനെ കാണുന്നത്. അതേസമയം തന്നെ ഒരു ഭാഗത്ത് ചോദ്യമായി നിൽക്കുന്നത് ഈ സാധാരണക്കാരായ കുഞ്ഞുങ്ങളുടെ ഭാവി, അതിനി ആര്, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇനി ആര് നൽകുമെന്നുള്ളതാണ്. അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ട മന്ത്രി V ശിവൻകുട്ടിയോട് ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ കാര്യമായ രീതിയിൽ മറുപടി പറയാൻ മന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തുടക്കം മുതൽ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഫണ്ടിൽ നിന്നല്ല ഈ പണം എടുത്ത് നൽകുന്നത് അടക്കമുള്ള CPI പ്രത്യക്ഷമായി വിമർശിച്ച വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം കൂടി ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നു. കാരണം 1500ഓളം വരുന്ന കോടി രൂപ അത് സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന് എത്തുന്നതല്ല, കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിലേക്ക് കൊടുക്കുന്നതാണ്. വിദ്യാർത്ഥികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക്, സ്കൂളുകളുടെ പാഠപുസ്തകം അച്ചടി അടക്കമുള്ള നിർണായകമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള. ആ ഫണ്ടാണ് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. ഇനി എന്തായിരിക്കും ഇക്കാര്യത്തിൽ കേന്ദ്രം നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്.